ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി. ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അകത്താകുന്നതെന്ന് ചിന്തിച്ചാൽ മതി. ഇതുകൊണ്ട് തീർന്നില്ല. ഇപ്പൊ അറസ്റ്റ് ഒഴിവാക്കാൻ എങ്ങനെ ശ്രമിക്കണമെന്നുള്ളതാണ് CPM ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു മാധ്യമത്തിൽ വാർത്ത വന്നു. കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഈ അന്വേഷണം നടക്കുന്നത്. SITയുടെ അന്വേഷണം നന്നായി നടക്കട്ടെ. എല്ലാ തിമിംഗലങ്ങളും വലയിലാകട്ടെ. പരൽ മീനുകളെ പിടിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കോടതിയുടെ ഇടപെടൽ മൂലം ഇന്ന് എല്ലാ സ്രാവുകളും അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണം. ആരാണ് N. വാസു? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് വാസു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വാസു. ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു. ഗുരുദാസൻ പറയുന്നത് അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ കുഴപ്പമുണ്ടായതാണെന്നാണ്. കടകംപള്ളി പറയുന്ന അന്ന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാ കുഴപ്പമെന്ന്. ഏതായാലും വാസു കുഴപ്പക്കാരനാണെന്ന് എല്ലാവരും സംഭവിച്ചിരിക്കുന്നു. ആരാണ് വാസു? CPMന്റെ നേതാവാണ് C. വാസു. വാസു കമ്മീഷണറായിരുന്നപ്പോൾ ആരായിരുന്നു ചെയർമാൻ? പത്മകുമാർ ചെയർമാനാണ്. പത്മകുമാറിന് ഇപ്പൊ അസുഖമാണ്, ഹാജരാവാൻ കഴിയുന്നില്ല. SIT വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം കത്ത് കൊടുക്കുകയാണ്, എനിക്ക് അവധി വേണം. അവധി നീട്ടി വാങ്ങിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അവധി വാങ്ങിക്കാമെന്നാണ് അറിയുന്നത്. അങ്ങനെ SITക്ക് അവധി കൊടുക്കാൻ കഴിയുമോ? SITയുടെ റിപ്പോർട്ട് കൊടുക്കാൻ നിശ്ചിതമായ കാലയളവ് നൽകിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത അകത്താകാൻ പോകുന്ന പത്മകുമാറാണ്. പത്മകുമാർ നിൽക്കുമോ? ഇല്ല. ഇവിടെ ഇന്ന് കടകംപള്ളി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നു, മന്ത്രിയുടെ അടുക്കൽ ദേവസ്വത്തിന്റെ ഒരു ഫയലും വരില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം വാക്കാലുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫയലിൽ ഉത്തരവ് കൊടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ദേവസ്വം ബോർഡുകളെ മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ദേവസ്വം 10 വർഷക്കാലമായി ദേവസ്വം ഭരിച്ച് മുടിച്ച ആളുകളാണ് ഇപ്പോൾ ഈ കൊള്ളയ്ക്ക് ഉത്തരം പറയേണ്ടത്. മന്ത്രിമാരുൾപ്പെടെ ഒരു സംശയം വേണ്ട, അടിയുണ്ടേണ്ടി വരും. അതിനുള്ള സമയമായിരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ടവർ ജയിലിലാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പനെ അവരെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. കലിയുഗവരതനായ അയ്യപ്പനെ അങ്ങനെ കബളിപ്പിച്ച് സ്വത്ത് അടിച്ചു മാറ്റാമെന്ന് ആരും കരുതണ്ട. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് യഥാകാലം തന്നെ ലഭിക്കും.